ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂല വിധി പ്രതീക്ഷിച്ചിരുന്നതാണ് ഞാൻ. കാരണം സിംഗിൾ ബെഞ്ചിൽ നിന്നൊരു വിധി ഉണ്ടായ ശേഷം ഡിവിഷൻ ബെഞ്ച് വിശദമായ വാദം കേട്ട ശേഷം അനുകൂലമായ ഒന്നും പ്രതീക്ഷയിലായിരുന്നു. വളരെ നിരാശാജനകമായിപ്പോയി, വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഈ ഒരു വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ സിംഗിൾ ബെഞ്ചിൽ ഇക്കാര്യത്തിലൊരു അന്വേഷണം ശരിയായ ദിശയിലെന്നാണ് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ ഇല്ല, ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ കൂടുതൽ പറഞ്ഞിട്ടില്ല, ഡിസ്മിസ് മാത്രമേ പറഞ്ഞുള്ളൂ. വിധിയുടെ പകർപ്പെടുത്താൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. തുടർ നടപടി എന്തെങ്കിലും ആലോചനയിലുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഹയർകോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. സുപ്രീം കോടതിയിലേക്ക്? അതെ. നിലവിൽ അന്വേഷണം ഭയങ്കര മോശമായി പോകുന്നു എന്നുള്ളത് അല്ല, ഞങ്ങളത് പറഞ്ഞിട്ടുള്ളതാണ്. അന്വേഷണം വളരെ മോശമാണ്. ഞാൻ ഡേ 1 തന്നെ ഞാനൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് SHOയ്ക്ക്. അതിൽ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചും ഗൂഢാലോചനയെക്കുറിച്ചും വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അതിൽ ഇതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു 4.5 മാസമായിട്ടുണ്ട്. ഇതുവരെ പ്രശാന്തനെ പ്രതി പോലും ആക്കിയിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ചതുമാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. വിധിയുടെ പകർപ്പെടുത്തിയ ശേഷം തീരുമാനമെടുക്കുക. ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കും. അത് ഞങ്ങൾ ആലോചിക്കും, തീർച്ചയായിട്ടും ആലോചിക്കും. അടുത്ത നടപടി ആലോചിക്കും. ഈ അങ്ങക്കെതിരെ ചില വ്യാജമായ പ്രചരണം നടക്കുന്നുണ്ട് എന്ന് ഇന്ന് ചേട്ടന്റെ മകളുടെ അടക്കം പ്രതികരണം വന്നിട്ടുണ്ട്. ഉണ്ട്. എനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നത് എനിക്ക് തോന്നുന്നത് ശത്രുക്കളായിട്ടുള്ളവർ തന്നെ ആയിരിക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഇതിന് കേസിന് ആദ്യം തൊട്ട് എല്ലാത്തിനും മുന്നേ നിൽക്കുന്ന എന്നെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ തെറ്റിപ്പിക്കാനോ അല്ലെങ്കിൽ കേസിൽ നിന്ന് പിന്മാറ്റുവാനോ ഉള്ള ആരുടെയോ ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമുക്കിപ്പോൾ ഇതിനകത്ത് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്.